ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം മുഖ്യമന്ത്രി ആരാകും എന്നതിനുള്ള അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇപ്പോൾ കൂടുതൽ നടക്കുന്നത്. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളൊക്കെ പല അഭിപ്രായങ്ങളും പങ്കുവച്ചു. അതിനെ ചൊല്ലി വാഗ്വാദങ്ങൾ വരെ കോൺഗ്രസിൽ നടക്കുന്നുണ്ട്. വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് 6 ജില്ല എണ്ണി വരുമ്പോൾ തന്നെ അത് തൂത്തുവാരുമെന്ന്. അപ്പോൾ അതിന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. കഴിഞ്ഞ ദിവസം ഈ പറയുന്നത് പോലെ മുഖ്യമന്ത്രി എറണാകുളത്തുകാരനാവുമെന്ന് പറഞ്ഞപ്പോൾ KPCC സെക്രട്ടറി ലിജു പറഞ്ഞു അത് അദ്ദേഹത്തിന്റെ മോഹമാണ്. അത് പറഞ്ഞത് മറ്റേ മുഹമ്മദ് ഷിയാസ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മോഹം മാത്രമാണെന്നാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത് പാർട്ടി തീരുമാനിക്കും എന്നാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് എന്താ ഒരു അഭിപ്രായം? അതെ, ഏതായാലും ഇപ്പോൾ UDF അധികാരത്തിൽ വരുമെന്നുള്ളൊരു ആത്മവിശ്വാസം UDF നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഒക്കെ പ്രകടിപ്പിച്ചു തുടങ്ങി. ഈ പറഞ്ഞതുപോലെ 6 സീറ്റ് എണ്ണി കഴിയുമ്പോഴത്തേക്ക് ഭൂരിപക്ഷമാകുമെന്നും പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പം സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്നത് ആര് മുഖ്യമന്ത്രി എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അടക്കി പിടിച്ച ഒരു കാര്യമായിരുന്നു. തെരഞ്ഞെടുപ്പ് വിത്തിരുന്നത് വരെ ഈ ചർച്ച പാടില്ല എന്ന് ഹൈക്കമാൻഡിൻ്റെ കർശന നിർദ്ദേശം ഉണ്ടായിരുന്നതുകൊണ്ട് എന്നിട്ടും ഇത് ചർച്ചയാക്കി കൊണ്ടുവരാൻ വേണ്ടി ചില നീക്കങ്ങൾ നടന്നു. പക്ഷെ അത് ഹൈക്കമാൻഡ് ഇടപെട്ട് അത് സ്റ്റോപ്പ് ചെയ്തു. ഇനിയിപ്പോൾ ഏതായാലും വോട്ടെല്ലാം രേഖപ്പെടുത്തപ്പെട്ടു. ഇനിയിപ്പോൾ ധൈര്യമായിട്ട് ചർച്ച ചെയ്യുക, ഒരു കുഴപ്പമില്ല എന്നുള്ളതുകൊണ്ട് പതുക്കെ തുടങ്ങി. ഇതങ്ങോട്ട് മുറുകും. ഇനി അങ്ങോട്ട് അടുത്ത വോട്ടെണ്ണൽ വരെ മുറുകും. അപ്പം അത് വളരെ തമാശയായിരിക്കും. പക്ഷെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ആരാണ് മുഖ്യമന്ത്രി എന്ന് ഹൈക്കമാൻഡ് തന്നെ ആയിരിക്കും തീരുമാനിക്കുക. അല്ലാതെ അതിനകത്ത് യാതൊരു വ്യത്യാസം വരാൻ പോകുന്നില്ല. അല്ല, അതിനിടയ്ക്ക് പിന്നെ ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ കഴിഞ്ഞ പ്രാവശ്യം അതെ, പാർലമെന്ററി പാർട്ടി യോഗം തീരുമാനിക്കുകയൊക്കെ ശരി തന്നെ. പക്ഷെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ആര് തിരഞ്ഞെടുക്കണമെന്നുള്ളത് ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരമായിരിക്കും എന്നുള്ളത് ഒരു പരസ്യം. അതിനുള്ള കമാൻഡൊക്കെ ഇപ്പോൾ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സതീശനെ തെരഞ്ഞെടുത്തത് ഇവിടുത്തെ പാർലമെന്ററി പാർട്ടി യോഗങ്ങളിൽ ഹൈക്കമാൻഡിലെ തീരുമാനം എടുത്തത്. അത് അവസാനം അല്ല, പാർലമെന്ററി പാർട്ടി യോഗം തീരുമാനം മാത്രമേ ഉള്ളൂ. ഹൈക്കമാൻഡാണ് തീരുമാനിക്കുക. ഇതാണ് അതിന്റെ സത്യം. അപ്പൊ അതിനെ ധിക്കരിച്ചൊന്നും ഇവിടെ സംഭവിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. പക്ഷെ ഹൈക്കമാൻഡ് എന്ത് തീരുമാനിക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ഹൈക്കമാൻഡ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് സംബന്ധിച്ച് ഒരു ചർച്ചയും പാടില്ല, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വന്നു കഴിഞ്ഞിട്ട് ആരാണ് മുഖ്യമന്ത്രി തീരുമാനിച്ചോളാമെന്നാണ് ഹൈക്കമാൻഡ് പറഞ്ഞിരിക്കുന്നത്. അത് അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ കോൺഗ്രസിനകത്ത് ഒരു പ്രഖ്യാപിത നിയമമൊന്നും എഴുതി വെച്ചിട്ടില്ലെങ്കിൽ പോലും ഒന്നുകിൽ KPCC പ്രസിഡന്റോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവോ ആയിരിക്കും അടുത്ത മുഖ്യമന്ത്രി. പ്രസിഡന്റ് അല്ല, പ്രതിപക്ഷ നേതാവായിരിക്കും മുഖ്യമന്ത്രി. ഒരു കീഴ്വഴക്കം അങ്ങനെ കീഴ്വഴക്കമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ സതീശന് സ്കോപ്പില്ലേ? സതീശന് സ്കോപ്പ് ഉണ്ടല്ലോ. സതീശൻ അല്ലെങ്കിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു എന്താ പറയുന്ന ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് സതീശൻ തന്നെയായി. യാതൊരു സംശയമില്ല. തുടക്കം മുതൽ പ്രതിപക്ഷ നേതാവായ ദിവസം മുതൽ ഇങ്ങോട്ട് സതീശൻ നടത്തിയ പ്രകടനങ്ങൾ, നീക്കങ്ങൾ എല്ലാം 1 by 1 ആയിട്ട് സതീശൻ വളരെ കണക്കുകൂട്ടി തന്നെ മുന്നോട്ട് ചെയ്തതാണ്. നോക്കണം, കഴിഞ്ഞ നടന്ന 4 ഉപതെരഞ്ഞെടുപ്പുകളിലും സതീശൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് അത്രയും വലിയ വിജയം ഉണ്ടാക്കിയത്. ഇതൊന്നും ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് നടക്കുകയുള്ളൂ, പൊതുതെരഞ്ഞെടുപ്പിൽ അത്രയൊന്നും നടക്കില്ല എന്നൊക്കെ എല്ലാവരും കരുതിയെങ്കിലും സതീശൻ നന്നായിട്ട് ഗ്രൗണ്ട് വർക്ക് നടത്തി. തീർച്ചയായിട്ടും അതിനകത്ത് എല്ലാവരും ഉണ്ട്, ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്തതെന്നൊക്കെ പറഞ്ഞാലും സതീശനെടുത്ത നിലപാടുകളാണ് അവസാനം വിജയിച്ചത് എന്നെനിക്ക് തോന്നുന്നു. സതീശനെടുത്ത നിലപാടുകളോട് മറ്റുള്ളവർ വിയോജിച്ചു എന്ന സമയത്ത് പോലും സതീശൻ അതിൽ ഉറച്ചു നിൽക്കുകയും സതീശൻ നിലപാട് ശരിയാണെന്ന് പിന്നീട് തെളിയുകയും ചെയ്തു. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം സതീശനിലേക്കാണ് വന്നു ചേരേണ്ടത്. പക്ഷേ ഹൈക്കമാൻഡ് ഇപ്പോൾ തീരുമാനിക്കുകയാണ്, പിന്നെ രമേശ് ചെന്നിത്തല വളരെ സീനിയറാണ്, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകണമെന്നുള്ള ഹൈക്കമാൻഡ് തീരുമാനം എന്ന് പറഞ്ഞാൽ സതീശന് അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അസംതൃപ്തിയോ ഉള്ളിൽ വിഷമം ഉണ്ടെങ്കിൽ പോലും അംഗീകരിക്കാതിരിക്കാൻ സതീശനെ പോലെ ഒരാളെ സംബന്ധിച്ച് എന്തുവാ സതീശൻ്റെ ലക്ഷ്യം? എന്താ? ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നല്ല വിജയം ഉണ്ടാക്കി തീർക്കുക, ഇടതുപക്ഷ സർക്കാരിനെ പുറത്താക്കുക. ഇത് പുള്ളിയെ കൊണ്ട് സാധിക്കുന്നതാണ് പുള്ളിയുടെ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ നോക്കിയിട്ട് 2ാമതേ വരുള്ളൂ. പക്ഷെ മുഖ്യമന്ത്രി സ്ഥാനം അർഹതപ്പെട്ടത് സതീശനാണെങ്കിലും സതീശൻ വേണ്ട, ഇത്തവണ വേറെ ആരെങ്കിലും ആണെന്ന് തീരുമാനിച്ചാൽ അത് പിന്നെ സതീശൻ അതിനെ വലിയ എതിർപ്പൊന്നും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ, അവർക്ക് മുൻതൂക്കം കിട്ടിയില്ലെങ്കിൽ ഈ പണി നിർത്തും എന്നൊരു ഘട്ടത്തിൽ അല്ല, മുൻതൂക്കം കിട്ടിയില്ലെന്നല്ല, മാന്യമായ വിജയം ഉണ്ടായില്ലെങ്കിൽ എന്നാണ്. അതെ, അത് പറഞ്ഞത് സതീശൻ്റെ കോൺഫിഡൻസ് ആണ്. സതീശൻ ഒരു 80 സീറ്റ് താഴെ 75 സീറ്റിലൊക്കെ താഴെ ജസ്റ്റ് ഒരു വിജയമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇപ്പോൾ പറയും സതീശൻ മുഖ്യമന്ത്രിയാകാൻ തയ്യാറാവില്ല, മാറി നിൽക്കും എൻ്റെ വിശ്വാസം. കാരണം സതീശൻ്റെ ആ ഒരു ക്യാരക്ടറും ഇൻറ്റഗ്രിറ്റിയും ഒക്കെ അറിയാവുന്ന ഒരാൾക്ക് അത് വ്യക്തമായിട്ട് അറിയാം. സതീശൻ മുഖ്യമന്ത്രിയാകാൻ പോവില്ല. കാരണം പിന്നെ പുള്ളിക്ക് ആ മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ളതല്ല പുള്ളിയുടെ ഒരു ഇത്. പുള്ളിയെ സംബന്ധിച്ച് പുള്ളിയുടേതായ ആ ഒരു പിന്നെ പ്രവർത്തന രീതി,
കോൺഗ്രസിൻ്റെ അഭിമാനം ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ള, അല്ലെങ്കിൽ കോൺഗ്രസിനെ ശക്തമാക്കിക്കൊണ്ട് വരിക എന്നുള്ളതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യം. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അധികാരമൊക്കെ എത്തിച്ചാൽ എല്ലാവരുടെ ഉള്ളിൽ മോഹമുള്ള സംഗതിയൊക്കെയാണ്, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് പുള്ളിക്ക് കോൺഗ്രസിൻ്റെ നല്ലൊരു വിജയമാണ് പുള്ളിയുടെ ലക്ഷ്യം. നല്ല വിജയം ഉണ്ടാകുന്നില്ലെങ്കിൽ പുള്ളിക്ക് പിന്നെ ഭരിക്കണമെന്ന് താല്പര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് സതീശൻ. ഞാൻ മനസ്സിലാക്കുന്ന സതീശൻ അതാണ്. ആരൊക്കെ എന്തൊക്കെ വിമർശിച്ചാലും സതീശൻ അതാണ്. പുള്ളിയുടെ ബോഡി ലാംഗ്വേജും അങ്ങനെ തന്നെയാണ്. അല്ല, സതീശനെ കുറിച്ച് ആദ്യം പറയുമായിരുന്നല്ലോ, സതീശന്റെ ബോഡി ലാംഗ്വേജ് ശരിയല്ല, സതീശൻ നിയമസഭയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുമെങ്കിലും അദ്ദേഹത്തിൻ്റെ പിന്നെ ശരീരഭാഷ ഒരുതരം ഒരു ധാർഷ്ട്യത്തിൻ്റെതാണ്. അദ്ദേഹത്തിനൊരു പാൻ കേരള ഒരു നേതൃത്വ പാഠവുമില്ല, സംഘാടകനല്ല എന്നൊക്കെ പറയുമായിരുന്നു. ഒരു നറേഷൻ ഉണ്ടാക്കിയെടുത്തതാണ്. പക്ഷെ അതിനെല്ലാം പുള്ളി മറികടന്നു. പുള്ളി ഒരു പാൻ കേരള ലീഡറായി. പുള്ളി ഒരു ശരീരഭാഷയെ സംബന്ധിച്ച് നമുക്ക് പറയാം, പുള്ളിയെ സംബന്ധിച്ച് കുറച്ചൊരു ധാർഷ്ട്യമൊക്കെ ഉണ്ട്. അതിപ്പോൾ ചിലരുടെ അങ്ങനെയാണ്. അതിപ്പം പുള്ളി, എനിക്ക് തോന്നുന്നത് കുറച്ചൊക്കെ പുള്ളി അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പലരും പുള്ളി അത് ചൂണ്ടിക്കാണിച്ചിട്ടൊക്കെ ഉണ്ട്. എങ്കിലും ആ ശരീരഭാഷയോളം ധാർഷ്ട്യം പുള്ളി ഉള്ളിലില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇപ്പൊ തന്നെ അടി തുടങ്ങി എന്നുള്ളതിനൊരു വ്യക്തത. അടി തുടങ്ങിയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇന്നലെ ഒരു തർക്കം തുടങ്ങി. തർക്കം തന്നെയാണല്ലോ ഇത്. അപ്പം പിന്നെ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞത് എറണാകുളം തന്നെ ഒരു മുഖ്യമന്ത്രി വരണം. അത് സതീശനെ കോർണർ ചെയ്ത് അത് പറഞ്ഞത്. പക്ഷെ അന്നേരം തന്നെ ലിജു മറ്റൊരു KP സെക്രട്ടറിയാണ് എറണാകുളം DCC മനസ്സിലാവൂല ഞാൻ പറഞ്ഞത്. പിന്നെ എന്താണ് അത് അദ്ദേഹത്തിന്റെ മോഹമായിരിക്കും. അങ്ങനെ ഒരു ഇതില്ല എന്നുള്ളതൊക്കെ പറയുന്നത് അവരല്ലേ. ഈ രമേശ് ചെന്നിത്തലയോ BD സതീശനോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവര് പറയുമ്പോഴല്ലേ ഗൗരവം വരുന്നുള്ളൂ. മറ്റുള്ളവർ എന്തും പറയട്ടെ, നമ്മ അതിനെ കുറിച്ചൊന്നും പറയണ്ട. ഇത് കോൺഗ്രസ്സാ, ഇത് CPM അല്ല. CPM-ലാണ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ അവസ്ഥ എന്ന് ചോദിക്കും, പുറത്തു പോയനെ. അപ്പൊ കോൺഗ്രസ് ആയതുകൊണ്ട് ഇതൊക്കെ പറയും, ചർച്ച നടക്കും, വാദപ്രതിവാദം നടക്കും, ഒക്കെ നടക്കും. അപ്പൊ എന്തായാലും റിസൾട്ട് അറിയുന്നവരെ ആരും ഇതിന്റെ പേര് തല്ലത്തില്ല. റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുള്ള തർക്കം വരുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം കൂടെ, ഘടകകക്ഷികളും കൂടെ അംഗീകരിക്കണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഘടകകക്ഷി അംഗീകരിക്കണം. കാര്യം കോൺഗ്രസിന്റെ നേതൃത്വം ആരാണ് എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണെന്ന് പറഞ്ഞാലും ഘടകകക്ഷികളുടെ തീരുമാനത്തിന് അതിനൊരു പങ്കുണ്ട്. അപ്പൊ ഘടകകക്ഷികളോട് ചോദിച്ചിട്ടും കൂടെ ആയിരിക്കണം ഹൈക്കമാൻഡ് അങ്ങനെ തീരുമാനം എടുക്കുക. ഘടകകക്ഷികൾ എല്ലാവരും അല്ല, മുസ്ലിം ലീഗ്. കാരണം അവരോട് ചോദിക്കാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഈ മാണി ഗ്രൂപ്പ് ഉണ്ടായിരുന്നപ്പോഴേ, UDF ഉണ്ടായിരുന്നപ്പോഴേ, ഉമ്മൻചാണ്ടിയെ മാറ്റി, അല്ലെ, സോളാർ വിഷയങ്ങളൊക്കെ വന്നപ്പോൾ ഉമ്മൻചാണ്ടിയെ മാറ്റി രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി കസേരയിൽ ഒരു ദിവസം ഇരിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ രമേശ് ചെന്നിത്തല കളിച്ചൊരു കളിയാണ് ഈ ബാർക്കോഴ കേസ്. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ മാണി സാറ് മരിക്കുന്നിടം വരെയും അദ്ദേഹം യഥാർത്ഥത്തിൽ മനം പൊട്ടി മരിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ ആയിരിക്കണം. അപ്പം അത് ഒരു ദിവസം ഇദ്ദേഹം ഈ കേസ്, ഈ ആരോപണങ്ങളൊക്കെ വന്നപ്പോൾ, ആരോപണം വരുന്നതിന് മുമ്പ് തന്നെ, ബാർക്കോഴ ആരോപണം വരുന്നതിന് മുമ്പ് തന്നെ ഒരു ദൂതനെ പുള്ളി, അത് എനിക്ക് തോന്നുന്നു ചന്ദ്രശേഖരനാണെന്ന് തോന്നുന്നു, INTUCയുടെ പ്രസിഡന്റ് ചന്ദ്രശേഖരനാണെന്ന് തോന്നുന്നു, ഒരു ദൂതനെ പാലാക്കി വിട്ടു. മാണിസാറിൻ്റെ കരിങ്ങോഴയ്ക്കൽ തറവാട്ടിലേക്ക് വിട്ടു. രാവിലെ കൊണ്ട് പുള്ളി അവിടെ വന്നു. മാണിസാറ് എഴുന്നേറ്റ് വന്നപ്പോൾ മാണിസാറിനോട് പറഞ്ഞു, മാണിസാറെ, രമേശ് ചെന്നിത്തലയുടെ ഇതനുസരിച്ചാണ് ഞാൻ വന്നത്, രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണം, ഈ ബാർക്കോഴ കേസും ഇതെല്ലാം പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞു പുള്ളി. അപ്പോൾ അങ്ങനെ പറഞ്ഞ് വന്നപ്പോൾ അത് മാണിസാറ് പറഞ്ഞു, ഒരു കാരണവശാലും ഞാൻ സ്വന്തമായിട്ട് അങ്ങനെ തീരുമാനം എടുക്കുകയല്ല, ഞാൻ ഉമ്മൻചാണ്ടിയോടൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ഇയാൾ ഇറങ്ങിയപ്പോൾ തന്നെ ഉമ്മൻചാണ്ടി സാറിനെ വിളിച്ചു. പുള്ളിയെ വിളിച്ചു. അപ്പോൾ അവർ തമ്മിൽ എന്ത് സംസാരിച്ചു എന്ന് അറിയില്ല. പക്ഷേ ഈ ദൂതൻ അവിടെ വന്നതും പോയതൊക്കെ അവിടെ ഉള്ള ആളുകൾ കണ്ടു. അങ്ങനെയാണ് ദൂരം പുറത്തു വന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള കളിച്ചു. അപ്പോൾ ഒരു കാരണവശാൽ, അപ്പോൾ അന്നേരം വന്ന ദൂതൻ മാണിസാറിനോട് പറയുകയും ചെയ്തു, ലീഗ് സമ്മതിച്ചിട്ടുണ്ട്, ഇനി സാറിൻ്റെ സമ്മതം കൂടെ മതി എന്നുള്ളത് പറഞ്ഞു. പക്ഷേ മാണിസാർ അവിടെ അങ്ങനെ ഒരു കുതികാല് വെട്ടാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കുഴി വെട്ടാൻ ഒരിക്കലും ഉമ്മൻചാണ്ടി സാറിനെതിരെ മാണിസാർ നിന്നില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അല്ല, അതിൻ്റെ ഒരു കാര്യമുണ്ട്. മാണിസാറിനെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടിയെ നേതാവായിട്ട് അംഗീകരിക്കാം, മുഖ്യമന്ത്രിയായിട്ട് അംഗീകരിക്കാം. പക്ഷെ രമേശിന്റെ കീഴിലിരിക്കാൻ മണിസാറിന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടൊരു ഘടകമാണ്. മണിസാറിന് മാത്രമല്ല, കുഞ്ഞാലിക്കുട്ടിക്ക് പറ്റുമോ? കുഞ്ഞാലിക്കുട്ടിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു സംവിധാനമുണ്ട്. അല്ല, ആ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും ഉയർന്നുവരാമല്ലോ. ഇവരൊക്കെ തന്നെ ഇപ്പം മണിസാറില്ല, കുഞ്ഞാലിക്കുട്ടി ഉണ്ടല്ലോ. അപ്പം എന്തെങ്കിലുമൊക്കെ അതൊക്കെ പോയി. ഇനിയിപ്പം ആ തലമുറ പോയി കഴിഞ്ഞപ്പോ ഇനിയിപ്പോ അതിന് പ്രസക്തി തലമുറ കഴിഞ്ഞെന്ന് മാത്രമല്ല, ഇപ്പൊ ഉള്ള സീനിയർ രമേശും സതീശനും ഒക്കെയാണ്. അവരൊക്കെ അംഗീകരിച്ചേ പറ്റുള്ളൂ.